സീറ്റ് വിഭജന ചർച്ചകളിൽ UDF-ൽ തർക്കം തുടരുന്നതിനിടെ ജോസഫ് വിഭാഗത്തെ LDF-ലേക്ക് ക്ഷണിച്ച് ജോസ് കെ മാണി. ജോസഫ് ഗ്രൂപ്പ് സ്വന്തം രക്തത്തിന്റെ ഭാഗമാണ്. UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും ജോസ് കെ മാണി മുന്നറിയിപ്പ് നൽകി. അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിൻ്റെ ഭാഗമാണ് അവരും. അപ്പോൾ പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു ഏതൊക്കെയാണ്. പക്ഷേ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. LDF-ലേക്കുള്ള ജോസ് കെ മാണിയുടെ ക്ഷണം തള്ളി മോൻസ് ജോസഫ് MLA രംഗത്തെത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ ഗതികേടാണ് പുറത്തുവരുന്നതെന്നും തങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട എന്നും മോൻസ് ജോസഫ് പറഞ്ഞു. അവരുടെ പാർട്ടിയുടെ ഗതികേടിന് ഞങ്ങളെ കക്ഷിയാക്കേണ്ട കാര്യമില്ല. LDF-ൽ നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിലുമെല്ലാം LDF തോറ്റു തുന്നമ്പാടി നിൽക്കുന്നിടത്ത് ജോസ് കെ മാണി വിഭാഗവും ആ തകർച്ചയുടെ ഭാഗമായി. അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് LDF-ൽ നിന്ന് പുറത്തു ചാടണമെന്നാണ് അവരുടെ അണികൾ പറയുന്നത്. ഞങ്ങളിവിടെ UDF-ൽ സുരക്ഷിതരായി തൃപ്തികരമായ അന്തരീക്ഷത്തിൽ ഞങ്ങളിവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ആടിക്കളിക്കുന്ന ജോസ് കെ മാണി വിഭാഗമാണ്. ആ ആടിക്കളിക്ക് ഞങ്ങളില്ല. അവരിങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇപ്പം അതിൻ്റെ ഒരാവശ്യമില്ലോ. UDF-ന് വലിയ കുഴപ്പമില്ലാതെ വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ അവിടെ തൃപ്തരാന്ന് പറഞ്ഞു. അവിടെ ഒരു തൃപ്തിയില്ലെന്ന് നമുക്കറിയാം. ആർക്കും ആരെയും ക്ഷണിക്കാമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഒക്കെ അവർക്ക് ചെയ്യാലോ. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെല്ലാം വേണ്ടി പറയാം. അതിൻ്റെയൊക്കെ അവരൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തട്ടെ. ഞങ്ങളൊരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷികളിൽ ഞങ്ങളാരെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ടോബി, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ജോസ് കെ മാണിയുടെ ഈ ക്ഷണത്തെ ജോസഫ് വിഭാഗം എങ്ങനെയാണ് കാണുന്നത്? മറുപടി എന്താണ്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ക്ഷണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. നേരെ തിരിച്ചായിരുന്നു കാര്യങ്ങൾ. UDF-ലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ ക്ഷണിക്കുന്ന ചില കാഴ്ചകളാണ് കണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായിരുന്നു സജീവ ചർച്ചയായത്. എന്നാൽ ഇപ്പോൾ അത് UDF-ലേക്ക് വന്നിരിക്കുകയാണ്. അതിനുള്ള കാരണം പ്രധാനമായിട്ടും ഈ UDF-ലെ സീറ്റ് ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുവരെ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 10 സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. അത് നൽകാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അങ്ങനെ ഉഭയകക്ഷി ചർച്ചയിലേക്ക് കടക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ LDF-ലേക്ക് ക്ഷണിക്കുകയാണ് ജോസ് കെ മാണി. എന്നാൽ LDF-ലേക്ക് മാത്രമാണ് ക്ഷണിക്കുന്നത്. പാർട്ടിയിലേക്ക് ഒരു ലയനം സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. തറവാട്ടിലേക്ക് വരണ്ട, ഒരേ രക്തമാണ്. അങ്ങനെ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ LDF-ലേക്ക് വന്നാൽ സംരക്ഷിക്കാൻ തയ്യാറാണെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. എന്നാലും അതിനെ പൂർണ്ണമായും തള്ളിക്കളയാണ് ജോസഫ് വിഭാഗം. ഇപ്പോഴത്തെ ഗതികേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ജോസ് കെ മാണി നടത്തുന്നത് എന്നാണ് മോൻസ് ജോസഫ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ആരെയും ആർക്കും ക്ഷണിക്കാമെന്നുള്ള ഒരു നിലപാടാണ് VD സതീശനും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും UDF-ലെ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നൊരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഏത് അമ്പാണോ UDF പ്രയോഗിച്ചത് അതേ രീതിയിൽ തന്നെ ജോസ് കെ മാണിയും ഇപ്പോൾ തിരിച്ചൊരമ്പ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സീറ്റ് ചർച്ചകൾ UDF-ൽ പരിഹരിക്കാൻ സാധിക്കാത്ത തരത്തിൽ നീണ്ടുപോകുന്നതാണ് ഈ പ്രതിസന്ധികൾക്കും ഇത്തരം പ്രസ്താവനകൾക്കും കാരണം. അമൃത. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.